അന്നേരം നമ്മൾ ചമ്മന്തി എല്ലാം നല്ല രീതിയിൽ അരച്ചിട്ട് ആ പാനിനകത്തോട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഇച്ചിരി എണ്ണ ഉണ്ടായിരുന്നു. അന്നേരം എണ്ണയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നല്ല കിടിലിനായിട്ടുള്ള നമ്മുടെ ചമ്മന്തി. ഇത് കൂട്ടി ചോറ് അങ്ങോട്ട് കഴിക്കാൻ അന്യ ടേസ്റ്റാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് 5-6 വറ്റൽമുളക്, 2 വെളുത്തുള്ളി, 5-8 ചുമന്നുള്ളി, ചെറിയൊരു ഉരുള വാളംപുളി ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് ഇതെല്ലാം നല്ല രീതിയിലൊന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കിടലിനായിട്ടുള്ള നാടൻ ചമ്മന്തി ഇവിടെ റെഡിയാവും. അന്നേരം നമ്മുടെ മുളകും ഉള്ളിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരും. പാൻ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളിയും വാളംപുളിയും ആദ്യം ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് മുളക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം മുളക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യാം. തീ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് ഇനി നല്ലൊരു തണുത്തിട്ട് വേണം മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് അരച്ചങ്ങോട്ടെടുക്കാം. അന്നേരം മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ അരച്ചങ്ങോട്ടെടുക്കാം. അന്നേരം നമ്മൾ ചമ്മന്തി എല്ലാം നല്ലപോലെ കൊണ്ട് അരച്ച് ആ പാനിനകത്തോട്ടിട്ട് അങ്ങ് ഇളക്കി. കാരണം പാനിനകത്ത് ഇച്ചിരി എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണയ്ക്കകത്തോട്ട് നല്ലപോലെ കൊണ്ട് ഇട്ട് ഇളക്കി. കണ്ടോ, നല്ല ബോൾ പോലെ അങ്ങോട്ട് ആക്കി കൊണ്ട് എടുത്തിട്ടുണ്ട്. ഇത് കൂട്ടി ചോറ് കഴിക്കാൻ നല്ല അന്യ ടേസ്റ്റാണ്. നമ്മുടെ കിടിലിനായിട്ടുള്ള ചമ്മന്തി.